പൗലോസിൻ്റെ ഇതര ലേഖനങ്ങൾക്കകത്ത് ഈടുറ്റ ലേഖനമെന്നും ലേഖനങ്ങളുടെ റാണി എന്നും വിശേഷിപ്പിക്കുന്നത് എഫേസ്യ ലേഖനത്തെയാണ്. എഫേസ്യ ലേഖനവും കൊലോസ്യ ലേഖനവും ഗലാത്യ ലേഖനവും ഒക്കെ റോമർക്കെഴുതിയ ലേഖനമൊക്കെ പഠിച്ചാൽ പുതിയ നിയമത്തിൻ്റെ ഉപദേശം എന്താണെന്നും നാം അനുഭവിക്കുന്ന കൃപ എന്താണെന്നും ഒക്കെ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. എഫേസ്യ ലേഖനത്തിൻ്റെ പ്രത്യേകത, സ്തോത്രം, അത് ആർക്കും വായിക്കാൻ തോന്നും. കാര്യം ഈ അധ്യായം തുടങ്ങുമ്പോഴേ പറയും, പൗലോസ് പോലെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിൽ നമ്മെ അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്തിനാണ് നമ്മളെ വിളിച്ചതെന്ന് ചോദിച്ചാൽ, നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നിന്നെ എൻ്റെ ദൈവം തെരഞ്ഞെടുത്തു. സ്തോത്രം. അമ്മി താഴോട്ട് വായിക്കുമ്പം നിന്നെ വീണ്ടെടുത്തു, നിന്നെ ദത്തെടുത്തു, നിന്നെ തെരഞ്ഞെടുത്തു എന്ന പ്രയോഗങ്ങളൊക്കെ പൗലോസ് വെളിപ്പെടുത്തി കൊണ്ടുവരിക. ആ പൗലോസ് എഫെസ്യ ലേഖനത്തിനകത്ത് എഫെസോസിലെ സഭയെ പഠിപ്പിക്കുന്ന 2 പ്രാർത്ഥനകളുണ്ട്. ഒന്നാമത്തെ പ്രാർത്ഥന 1-ാം അധ്യായത്തിലാണ് കിടക്കുന്നത്. സ്തോത്രം. ആ പ്രാർത്ഥനയ്ക്കകത്ത് പൗലോസ് ശ്ലീഹ 1-ാം അധ്യായത്തിൻ്റെ വായിക്കണമെന്നില്ല, 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലാണ് പൗലോസ് എഫെസോസിലെ സഭയ്ക്ക് പ്രാർത്ഥിപ്പിക്കുന്ന പ്രാർത്ഥന എഫെസോസിലെ സഭയെ പ്രാർത്ഥന എന്താണെന്ന് പൗലോസ് പഠിപ്പിക്കുന്നത്. അതിനകത്ത് 2 ആശയങ്ങൾ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുക, ദൈവസഭയുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. 2, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അളക്കാൻ പറ്റാത്ത ദൈവശക്തിയുടെ വ്യാപാരം എന്താണെന്ന് സഭ തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറയുക, അതിന് പൗലോസ് പ്രാർത്ഥിക്കുന്നെന്നാണ് പറയുന്നത്. നമ്മളിൽ പലരും വീട് വെക്കാനും കാറ് വാങ്ങിക്കാനും കുഞ്ഞിനെ യാത്രയക്കാനും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന കേട്ടോണം, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. ദൈവത്തിന് സ്തോത്രം. 3-ാം അധ്യായത്തിലെ പ്രാർത്ഥനയ്ക്കകത്ത് പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ അകത്തേയുള്ള മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ ആത്മീകമായിട്ട് വളരാൻ കൊതിക്കുന്നൊരു ദൈവ പൈതൽ തിരിച്ചറിയേണ്ട ഭാഗങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവർ വീട് പണിയുന്നു, മറ്റുള്ളവർ കാറ് വാങ്ങിക്കുന്നു, മറ്റുള്ളവർ തോട്ടം വാങ്ങിക്കുന്നു, മറ്റുള്ളവർ ജോലിക്ക് വേണ്ടി പെടാപ്പാടുപെടുന്നു. അവരിൽ വെച്ച് നീ വ്യത്യസ്തനാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവരവരുടെ ഭൗതിക ജീവിതം മാത്രം ശ്രദ്ധിക്കുമ്പോൾ നീ അതിനേക്കാൾ വിലയോടെ നിൻ്റെ ആത്മീക ജീവിതം ശ്രദ്ധിക്കുന്നു. സ്തോത്രം. ഒരാത്മീക വിടുതൽ നിൻ്റെ അകത്ത് നടന്നാൽ ശാരീരിക തലത്തിലും വിടുതലുകൾ വ്യാപരിക്കും. ഞാൻ അവിടെ എന്താണെന്നൊക്കെ മനസ്സിലാക്കി കൊണ്ടുവരാം. ദൈവത്തിന് സ്തോത്രം. സഭ ബൈബിൾ പഠിപ്പിക്കുമ്പം ക്രിസ്തു എന്ന ശരീരത്തിലെ അവയവമാണ് സഭ. ക്രിസ്തു എന്ന ശരീരത്തിലെ അവയവമാണ്. നമ്മുടെ ശരീരത്തിൽ കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, നാക്കുണ്ട്, ചെവിയുണ്ട്. ഇതുപോലെ കണ്ണിൻ്റെ പ്രവൃത്തിയല്ല മൂക്കിന്, മൂക്കിൻ്റെ പ്രവൃത്തിയല്ല കൈക്ക്, കൈയുടെ പ്രവൃത്തിയല്ല വായ്ക്ക്, വായുടെ പ്രവൃത്തിയല്ല കാലിന്. പക്ഷേ ഇതെല്ലാം കൂടെ ഒന്നിച്ചു ചേർന്നാലേ ശരീരമാകത്തുള്ളൂ. ഇതുപോലെ യേശുക്രിസ്തു എന്ന ശരീരത്തിൽ ഒരവയവത്തെ വേണമെന്ന് തോന്നുമ്പോഴാണ്, കയ്യെ വേണമെന്ന് തോന്നുമ്പം കോട്ടയം തിരുവല്ലായുടെ പ്രാന്തപ്രദേശത്തുനിന്ന് കൈ കൊണ്ട് എന്തൊക്കെ പ്രയോഗം ചെയ്യാമോ അങ്ങനെ കഴിവുള്ള ഒരുത്തിനെ പൊക്കിയെടുത്ത് സഭ എന്ന ശരീരത്തോട് ദൈവം ഒട്ടിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സംസാരിക്കാൻ ചില വായ വേണമെന്ന് തോന്നിയാൽ വാ കൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന ചിലതിനെ